ഹായ് അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോന്നെ? തെന്മല, അതെ പാലരുവി, തെങ്കാശി, ചെങ്കോട്ട. അതെ, ഗുഡ് ട്രിപ്പ് പോവാണ് നമ്മള്. അതെ, ഒരു ട്രിപ്പ്. നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് തെന്മല വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ വ്യൂ പോയിന്റ് ആയത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. വന്നു. ഏത് അശനെ രണ്ടു വാക്ക് പറ അശൻ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു വലിയൊരു ഡാമാണ്. ഇതൊരു ഡാം ആയിട്ട് പോകാം. വീഡിയോ 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 ഫുൾ വ്ളോഗാണ് വരുന്നത്. ഇല്ല, ടെൻഷൻ ആകുന്നു. അപ്പൊ നമ്മള് വ്യൂ പോയിന്റ് മണ്ട ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പം എന്റെ ഇവിടുന്ന് വ്യൂ നോക്കുമ്പോ പക്ക സൂപ്പറാണ്. ഡാമൊക്കെ കാണാൻ ഇതാണ് ആ വ്യൂ വരുന്നത്. എന്നെ ഒരു കിടുവാ നോക്കണേ. ഇല്ലടാ വരൂ വരൂ. പക്ഷെ രണ്ട് വാക്ക് പറയും. ഇവിടെ ഇവിടെ പറ. കാണോ ശരി. അപ്പൊ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മള് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പൊ നമ്മള് രണ്ടാമത്തെ സ്പോട്ടായിട്ടുള്ള മറ്റേ മാനിനെ കാണാൻ വേണ്ടി പോവാ. അപ്പൊ ഇവിടെ ഫീസ് വരുന്ന 50 രൂപ. പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറാൻ പോവാ. 15 മിനിറ്റ് നമുക്ക് നിക്കാം, അതിൽ കൂടുതലും നിക്കാം. ഞങ്ങൾ കയറാൻ പോവാണ് അങ്ങോട്ട്. അകത്തൊക്കെ കാഴ്ചകൾ കാണാം. അപ്പൊ കാടിന്റെ നടുക്കൂടെ ഒരു 15 മിനിറ്റ് യാത്ര ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. വെറും 50 രൂപയുള്ളൂ. ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങാൻ. ബാ. ഓരോ മരത്തിനും ഓരോ പേര് വെച്ചവർ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം നമ്മൾ മാക്സിമം പഠിക്കണം. കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചു കൊടുക്കണം മരങ്ങൾ ഏതാണെന്ന്. ഇപ്പൊ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബാത്റൂമിൽ പോകണമെങ്കിൽ അതിനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്തായാലും അയ്യോ എന്റെ മാങ്ങ, എന്റെ മാവ് മാന ഇട അങ്ങോട്ട്. ക്യാമറമാൻ ഒരു ഉടായിപ്പാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത് മാൻ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്, കാണിച്ചു തരാം. നോക്കുക. ഒരു മാൻ കൂട്ടമാണ് ഇവിടെ. പടയപ്പ എന്തോ മാൻ തീറ്റി കൊടുക്കുന്ന അതുകൊണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ. വീഡിയോ എനിക്ക് നോക്കട്ടെ. മണ്ണെ കണ്ട മാല് മാൻ എടുത്തതല്ല. മാനെ ഇങ്ങോട്ട് വിളിച്ചു നിന്റെ അടുത്തിട്ട്. എനിക്കറിയോ പോസിറ്റീവ് ഷോട്ടാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. എന്റെ ദൈവമേ, മാനിന് തീറ്റ കൊടുക്കുന്ന ഋഷിശൃംഖൻ. വന്നു കഴിഞ്ഞാൽ കുറെ മാനുകളെ കാണാൻ കിട്ടും. അതേ ഉള്ളൂ, അതാണ് അതിന്റെ പേര്. നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ട് കറങ്ങിയൊക്കെ അടിച്ചു വരാം. 15 മിനിറ്റ് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. കൊള്ളാം, അടിപൊളി സെറ്റപ്പാണ്. ഇങ്ങോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇവിടെയൊക്കെ വരുന്നത് നല്ലതായിരിക്കും. ഉണ്ടോ, എന്തൊരു പീസ്ഫുള്ളാണ്. നമുക്കൊക്കെ റിലാക്സ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. നല്ല അറ്റ്മോസ്ഫിയറാണ്. ഒരു കാടിന്റെ നടുക്കൊരു ഫീൽ. അതെ, കുട്ടികൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചെറിയ പാർക്കുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാടിന്റെ നടുക്കൊരു പാർക്ക്. ഇതാണ് ആ പാർക്ക്. കാടിന്റെ നടുക്കൊരു പാർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നമ്മള് ഊഞ്ഞാലാടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നാശമാണ്. ഇതാണ് ഇവിടുത്തെ അമ്മേ. ഊഞ്ഞാല് നമ്മളിങ്ങനെ ആടുന്നത്. അമ്മേ മഹാമയേ, ഓണത്തിന് ഊഞ്ഞാലാടില്ലെന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ വന്ന് ആടാം.
ഞാൻ ആദ്യം അങ്ങനെ നമ്മുടെ വ്ലോഗർ മച്ചാൻ ഇവിടെ തളർന്നിരിക്കുന്നു. വയ്യ, 2 പ്രാവശ്യം ഊഞ്ഞാലാടിയപ്പം തന്നെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു അരമണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്ത് കാണും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഊഞ്ഞാലാടരുത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി അടുത്ത തമിഴ്നാടായിരിക്കും, അല്ലെങ്കിൽ ചെങ്കോട്ടയിലൊരു സംഭവം ഉണ്ട്, അവിടെ നിർത്തും. അങ്ങോട്ടുള്ള യാത്രയാണ്, കാണാൻ പാ. അപ്പൊ നമ്മൾ അടുത്തത് പാലരുവിയിലേക്ക് പോകുന്നു. ബട്ടർഫ്ലൈ നമുക്ക് പോണം. മാത്രം പോകുക. 4 കിലോമീറ്റർ ഉണ്ട്. വണ്ടി ഫുള്ളായി ഞാൻ വണ്ടി പോകണ്ടേ? മാത്രം പോയാ ശരി, വണ്ടി എടുത്ത ഫുള്ളാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കയറുന്നില്ല, സമയമില്ല, ഞങ്ങൾക്ക് തെങ്കാശി കയറണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പൊ നമ്മൾ കയറുന്നില്ല. ഞാൻ പറയും, പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറയും, ഞാൻ റിവലാണെന്ന് എനിക്കറിയാൻ പേടിയില്ല. അപ്പൊ ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന്. വെള്ളച്ചാട്ടം കണ്ട് വെള്ളച്ചാട്ടത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു പുത്തിരി അല്ല, അല്ലേ? അല്ല, ഞങ്ങളൊരു പത്തനംതിട്ടക്കാരാണ്. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. കൃഷിക്കാര് പണിഞ്ഞ പാലമാണ്. ചുണ്ണാമ്പും ശർക്കരയും കൊണ്ട് സിമന്റ് ഇല്ലാതെ പണിഞ്ഞ. ശർക്കര അല്ലടാ, ആടാ ശർക്കരയും കൊണ്ട് ഇവിടെ കെമിക്കലായില്ലേ? അതെ, പണ്ട് ബ്രിട്ടീഷുകാർ പണിത ആ പാലത്തിന്റെ താഴെയാണ് ഞാനിപ്പോ. അയ്യോ, എന്താണ് സാർ അതിനെ പറ്റിയത്? അപരാധം കേൾക്കാറുണ്ട്. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് പണ്ട് തൊട്ടേ നമ്മുടെ കളിപ്പാട്ട ഫോണിൽ കേട്ടു വരുന്നൊരു ചയ്യ ഉണ്ട്. അത് ഷൂട്ട് ചെയ്ത സ്ഥലമായിരുന്നു. ഓ, എത്രയോ ഇവിടെ ഷൂട്ട് ചെയ്തത്. ഓ, കുറെ വർഷങ്ങൾ പഴക്കമുള്ള സാധനം ഒന്നാലോചിച്ച് ഇവിടെയപ്പോ നമുക്ക് പോകാം. ഇവിടുന്ന് ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങള് അടുത്ത് കുറെ സ്ഥലങ്ങൾ കയറാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. പോവാണ്. അപ്പൊ വീണ്ടും കാണാം. തിരുമല കോവിൽ ആണിത്. ഇത് സ്റ്റെപ്പ് കയറി വരുന്നത്. ഇതാണ് സ്റ്റെപ്പ് കയറി വരേണ്ടത്. അപ്പൊ മാട്ട വെയിലത്ത് നമ്മൾ തിരുമല കോവിൽ വന്നിട്ടുണ്ട്. എന്റെ പൊന്നോടെ കണ്ണും കണ്ടോടെ ചെവിയും കിട്ടൂടെ. ഉച്ചയായിട്ടുണ്ട്, നല്ല വെയിലുണ്ട്. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വന്നേക്കുക. ഇപ്പൊ കഴിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരാവൂ. അത് ഈ നട്ട വരല്ലായിരിക്കും ഇങ്ങോട്ട്. നീ ഇവിടുന്ന് എവിടെയെങ്കിലും നല്ല ബിരിയാണിയോ വല്ലതും കിട്ടുന്ന സ്പോട്ട് കണ്ടുപിടിക്കണം. അങ്ങോട്ട് പോകണം. അങ്ങോട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇറങ്ങുകയാണ് ഇവിടുന്ന്. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് ബിരിയാണി പിന്നെ ഒരു കട ഫ്രൈ ആണ് തിന്നത്. കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ഇപ്പം നിങ്ങളുടെ തെങ്കാശിക്ക് പോകുന്നതിന് മുന്നേ ഇത് വരുന്നേ. അടിപൊളി റെസ്റ്റോറന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയ റേറ്റിംഗ് ആയിരുന്നു, നെറ്റായിരുന്നു. പിന്നെ റേറ്റിംഗ് ഉണ്ട്, കുഴപ്പമില്ല, എന്നാലും ബെറ്റർ ആയിരുന്നു. ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുക, നമ്മുടെ സൺഫ്ലവർ കാണാൻ പോവുക. അടിപൊളിയെന്ന് പറയുന്നത് കേട്ടു. ഞങ്ങൾക്കുള്ള യാത്രയിലാണ്. ഫുഡെല്ലാം കഴിഞ്ഞു, ഇനി പോവാണ്. ടാറ്റ, അങ്ങോട്ട് പോയിട്ടുള്ള ഗായ്സ്. അപ്പൊ നമ്മള് സൂര്യകാന്തിയുടെ ഫോട്ടോയും വന്നിട്ടുണ്ട്. പക്ഷേ കേരളയ്ക്ക് 20 രൂപ ഉണ്ട്. അമ്മയ്ക്ക് 20 രൂപ കൊടുത്തിട്ടേക്ക. അതിനൊന്നും ഇല്ല. അതെങ്കിലും ഇത് കേറുന്നോ എന്നാ കേറുന്നു. 100 രൂപ ഞങ്ങൾ കയറാൻ പോവാ. ഞങ്ങൾ 6 പേരുണ്ട്. അപ്പൊ വരുന്നവര് നോക്കിയോ, ഇങ്ങനെ പൈസ കൊടുത്തിട്ടേ കേട്ടിട്ടൊന്നും.
പക്ഷെ ഞങ്ങള് നമ്മളെന്തായാലും 100 രൂപ കൊടുത്ത് കയറിയിട്ടുണ്ട്. ഉപ്പയ്ക്കുള്ള സാധനമൊന്നുമില്ല, എന്നാലും അല്ലേ ഇവിടെ ഒന്ന് കുറച്ച് നേരം കണ്ടിട്ട് പോവാം. പറയപ്പോ ഇതാണ് ഇവിടുത്തെ സൂര്യകാന്തി, എല്ലാം വാടി പറഞ്ഞു പോയി. കണ്ട നൈസാണ്. അപ്പൊ ഇതാണ് സാംബവ വടകര എന്ന് പറയുന്ന സ്ഥലം. അതിമനോഹരമായ ഒരു സ്ഥലം. എന്താ ബ്യൂട്ടി വേണോ? കണ്ടോ, ഇത് പറിച്ചെടുത്ത അവരെന്റെ തലയടിച്ച് പൊട്ടിക്കും. അമ്മച്ചി ഒന്നാതെ കലിപ്പില്ല. 100 രൂപ കൊടുത്ത് നമ്മളൊന്ന് നല്ല ഒരു സായങ്ങ അണ്ണേ 2 വാക്ക് ചൊല്ലുங்க അണ്ണേ. இந்த பக்கம் வந்தால 20 ரூபாய் கையில் எடுத்துக்க, இல்லை 3G ആയി പോട്ടത്. ഓക്കെ, നന്ദി അണ്ണേ. അതെല്ലാം കരിഞ്ച നന്ദി. ഇതാണ് ഈ സംഭവപുരത്തെ ഞങ്ങളുടെ പുതിയ സ്ഥാനാർത്ഥി. എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഓറയല്ല, പുറകിൽ സൂര്യകാന്തി പതിച്ചു. മറ്റേ സാധനം இது வந்து புதிய ஒரு யூடியூபர். இந்த தம்பிதா இங்க ഇങ്ങനെ എല്ലാം കാത്തിട്ടേ ഇருக்கு. അതെ, തെങ്കാശിയാണ് ഞങ്ങളുടെ ലാസ്റ്റ് എൻഡിങ്. ഞങ്ങള് പുളിയറ അതന്നെ സ്ഥലത്തിന്റെ പേര് പുളിയ. മറക്കരുത്, നിങ്ങൾ തിരിച്ച് പുനലൂർ വഴി പോവാണെങ്കിൽ ഈ റൂട്ടായിരിക്കും വരുന്നത്. തിരുവനന്തപുരത്തൊക്കെ പോകുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ മസ്റ്റായിട്ട് വന്ന് ഇരിക്കുക ഒരു വൈകിട്ട് സമയത്തൊക്കെ. കുറച്ച് ചായയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം തിരിച്ചു വരികയാണ്.